ഫ്രണ്ട്സ്, സദേൺ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. ഇനി +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. +2 സയൻസ് ആയിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വിവിധ ട്രേഡിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അങ്ങനെയാണെങ്കിലും റെയിൽവേയിൽ നിങ്ങൾക്ക് സ്ഥിര ജോലിയിൽ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പായിട്ട് കയറിയിട്ട് നമുക്ക് ഇതിലേക്ക് പെർമനൻ്റ് ആകാനുള്ള സാധ്യത എന്താണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലേക്ക് എനേബിൾ ചെയ്തോളൂ. റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുന്ന വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ പറ്റും. UCIL, ഇന്ത്യൻ നേവി, ISRO, നിങ്ങൾക്കിവിടെ കാണാം IB, ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡൽഹി ഹൈക്കോർട്ട്, എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള വിവിധ LIC, വിവിധ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അവിടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കമൻറ്റിൻ്റെ അവിടെ. ജസ്റ്റ് അതും പാടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് കുറച്ച് നല്ലൊരു സപ്പോർട്ടാകും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും. സദേൺ റെയിൽവേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 25/8/2025 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, കേരളത്തിൽ നമുക്ക് വേക്കൻസി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. 3000 മുകളിലാണ് ടോട്ടൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 25/8/2025 മുതൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 25/9/2025 അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് 25 മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലുള്ളവർക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ കേരള സ്റ്റേറ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, തമിഴ്നാട്ടിലെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയുള്ളവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി സൈഡിലുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ഇവിടെ 2 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഈ പറയുന്ന SPSR നെല്ലൂർ അതുപോലെ ചിറ്റൂർ എന്ന് പറയുന്ന ഈ പറയുന്ന 2 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആന്ധ്രാപ്രദേശ് മുഴുവൻ മറ്റു അതർ, അതായത് ആന്ധ്രാപ്രദേശിലുള്ള മറ്റു ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ 2 ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന 2 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കർണാടകയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാം, ദക്ഷിണ കന്നഡയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സദേൺ റീജിയൻ ആയതുകൊണ്ട് തന്നെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അപേക്ഷ ഇതിലേക്ക് സ്വീകരിക്കുന്നത്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ അതർ സ്റ്റേറ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ കേരള, തമിഴ്നാട് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ മുഴുവനായിട്ട്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ, അതുപോലെ പോണ്ടിച്ചേരിയുള്ളവർക്കൊക്കെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. മറ്റു അതർ സ്റ്റേറ്റിൽ നിന്നും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിളേ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആദ്യം തന്നെ പറയാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതിലൊരിക്കലും നമുക്ക് അപ്രന്റീസ്ഷിപ്പായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിതിൽ പെർമനൻ്റ് ആയിട്ട് ഒരു ജോലി എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 20% ഇവിടെ കാണാൻ നിങ്ങൾക്ക് 20% വാക്കൻസീസ്, അതായത് ഗ്രൂപ്പ് ഡിയുടെ ലെവൽ 1 എക്സാമിനേഷൻ്റെ 20% വാക്കൻസി നമ്മുടെ റെയിൽവേയിൽ നിന്ന് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നില്ല. 2024 ഡിസംബറിൽ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, 28/12/2024. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി, ഗ്രൂപ്പ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് മതി. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. 18-36 അതുപോലെ തന്നെ അതിൻ്റെ അന്ന് വിളിച്ചിരുന്ന വാക്കൻസി 32,438 വാക്കൻസിയാണ് വിളിച്ചിരുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് അതിന് ആ ഒരു കൊറോണൻ്റെ ഒരു ഏജ് റിലാക്സേഷനും അവിടെ ഉണ്ട് കേട്ടോ. നോർമൽ ഏജ് 18-33 കൊറോണൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കുറച്ച് വർഷങ്ങൾ പോയതുകൊണ്ട് 36 അത് എക്സ്റ്റെൻഡ് ചെയ്താൽ കേട്ടോ. ഇനി 2025 ഇപ്പം വിളിക്കും. ആ വിളിക്കുന്നതാണെങ്കിൽ 18-33 കേട്ടോ ഏജ് ഉണ്ടാവുക. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയും അതിൻ്റെ കാര്യങ്ങളും കാണിക്കാം വീഡിയോ. ഇതിൽ നമുക്ക് ഇതിൻ്റെ വേക്കൻസി ടാബിൾ നോക്കാം. വേക്കൻസി ടാബിളിൽ നിങ്ങൾക്ക് ഓരോ ഈ പറയുന്ന RRBയിലും അതത് റിസർവ്ഡ് വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ നമ്മുടെ മുംബൈ RRB ആണ്. അതുപോലെ നമുക്ക് ചെന്നൈ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ കാണാം. ഇതവിടെ കാണാം നിങ്ങൾക്ക് CCAA എന്ന് പറഞ്ഞിവിടെ കാണാൻ പറ്റും.
ഓക്കെ, CCA എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റെയിൽവേയിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാറ്റിവെച്ച വേക്കൻസിയാണ്. ദ എക്സ് സർവീസ്മാന് മാറ്റിവെച്ച അതേ സെയിം പെർസെൻറ്റേജ് 20% വേക്കൻസി, അതായത് ഗ്രൂപ്പ് ഡിയുടെ 20%. ഇപ്പോൾ ഇതിൽ നമുക്ക് മുംബൈയിൽ ടോട്ടൽ വന്നിരിക്കുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക്, ടോട്ടൽ 4672 വേക്കൻസി മുംബൈയിൽ മാത്രമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എക്സ് സർവീസ്മാന് 936 വേക്കൻസി മാറ്റി വെച്ചതുപോലെ CCA എന്ന് പറയുന്ന കാറ്റഗറി, ഈ പറയുന്ന അപ്രന്റീഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ റെയിൽവേയിൽ നിന്നായിരിക്കണം കേട്ടോ, വേറെ എവിടെന്നെങ്കിലും അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റെയിൽവേ സെക്ടറിൽ നിന്ന് നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ 936 വേക്കൻസി നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്രന്റീഷിപ്പിൻ്റെ മാർക്കൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് കിട്ടുന്ന മാർക്കും പാടെ എന്താണ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിലുള്ള ഉദ്യോഗാർത്ഥികൾ അങ്ങനെയാണ് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ചും പാടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെവൽ 1 എക്സാമിനേഷൻ, ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നതാണ്. കാരണം അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ. അപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്ത ഈ പറയുന്ന നിശ്ചിതമായുള്ള ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളവർ ഒരുപാട് ഉണ്ടാവില്ലല്ലോ. മറ്റേ ജനറൽ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് വേറെ ആയിരിക്കും, നിങ്ങൾക്ക് വരുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് റിസൾട്ട് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഓരോ ട്രേഡ് ആയിട്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേക്കൻസി. ഇതിപ്പോൾ നമ്മുടെ മുംബൈ RRBയിൽ മാത്രമാണ് 936 വേക്കൻസി നിങ്ങൾക്ക് മാത്രം മാറ്റി വെച്ചത്. അതുപോലെ നിങ്ങൾക്ക് കാണാം ജയ്പൂർ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 284. അങ്ങനെ ഓരോന്നിലും എന്താണ് നിശ്ചിതമായിട്ടുള്ള ഓരോ RRBയിലും എന്താണ് ഈ പറയുന്ന 20% ഇതിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസിയാണോ അതിൻ്റെ ടോട്ടൽ 20% മാർക്ക് 20% വേക്കൻസി നിങ്ങൾക്ക് എന്താണ് മാറ്റി വെക്കുന്നുണ്ട്. അത് ഈ എക്സ് സർവീസ്മാന് മാറ്റി വെക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇവ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാം. ഇതിൽ ജസ്റ്റ് ഓക്കെ ചെന്നൈൻ്റെ നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾ എഡിറ്റിംഗ് ഒന്നുമില്ല കേട്ടോ, ചെന്നൈൻ്റെ ഇവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ റെയിൽവേൻ്റെ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്ന RRB എന്നൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ. ഓക്കെ, ചെന്നൈൻ്റെ അവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ചെന്നൈയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ് സർവീസ്മാൻ 540. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവർക്ക് 540 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് 2024 വന്ന നോട്ടിഫിക്കേഷനാണ്. ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഇനിയും വരും, 2025 വരും. അപ്പോൾ ഓരോ വർഷവും എന്താണ് ഇനി ഇതിൻ്റെ ഇങ്ങനെ ഓരോ നമ്മളെ PSC അല്ലെങ്കിൽ SSC ഒക്കെ പോലെ തന്നെ PSC 3 വർഷമൊക്കെ ആവും, SSC അല്ലെങ്കിൽ UPSC ഒക്കെ പോലെ റെയിൽവേയും അതുപോലെ തന്നെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിള് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മുൻപത്തെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും എന്താണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഈ വർഷം അപ്രന്റീഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരം എന്ത് ചെയ്യാം, ഇതിൻ്റെ കാറ്റഗറി വേക്കൻസി ഒക്കെ നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളിവിടെ കാണാം 2 രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷർ കാറ്റഗറിയുള്ള വേക്കൻസിയാണ്, അതുപോലെ XIT കാറ്റഗറി, 2 കാറ്റഗറിയാണ്. ഫ്രഷർ കാറ്റഗറിയിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാരേജ് ആൻഡ് വാഗൺ വർക്ക്സ് പെരമ്പൂർ ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫിറ്ററിൽ ടോട്ടൽ വേക്കൻസിയാണ് 20 വേക്കൻസി, വെൽഡർ 20, റിസർവ് വേക്കൻസി ഒക്കെ നിങ്ങൾ നോക്കുക. പെയിൻറ്ററിൽ 20, അങ്ങനെ ടോട്ടൽ 60 വേക്കൻസി അവിടെ തന്നെ ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി ഉണ്ട് നോക്കുക, അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്, അത് കോയമ്പത്തൂരാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിറ്ററിൽ 20 വേക്കൻസി വേറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ ഹോസ്പിറ്റൽ പെരമ്പൂർ ആണ്. ഇത് നിങ്ങൾക്ക് MLT റേഡിയോളജി, അതുപോലെ പത്തോളജി, അതുപോലെ കാർഡിയോളജി, ഇങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം റേഡിയോളജി ആണെങ്കിൽ 3, അതുപോലെ തന്നെ പത്തോളജി ആണെങ്കിൽ നിങ്ങൾക്ക് 8 വേക്കൻസി, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർഡിയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് 9 വേക്കൻസി, അങ്ങനെ 20 വേക്കൻസി ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ MLTയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് +2 ആണ് യോഗ്യത, +2 സയൻസ് എടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വേക്കൻസി, ഓക്കെ, ഇത്രയും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ടോട്ടൽ 80 വേക്കൻസി. നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മതി, 10ാം ക്ലാസ് പാസ്സായാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ നമ്മളടുത്ത് TC കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് ഈ പറയുന്ന MLT കാറ്റഗറിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രഷർ കാറ്റഗറിയിൽ വരുന്ന വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇനി XIT കാറ്റഗറി എന്ന് പറയും. ഈ XIT കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം, 10ാം ക്ലാസ്സും വേണം, പ്ലസ് എന്ത് വേണം, ITയും വേണം. ഓക്കെ, 10ാം ക്ലാസ്സും വേണം, പ്ലസ് ITയും വേണം. ചില ട്രേഡിന് +2 പ്ലസ് IT ഉണ്ട്, അതായതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് കാരേജ് ആൻഡ് വാഗൺ വർക്ക്സ് പെരമ്പൂർ. ഞാൻ ഇതെല്ലാം റീഡ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ വേക്കൻസി ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും.
അപ്പോൾ ഞാൻ വെറുതെ നമ്മുടെ ടൈം നീട്ടുന്നില്ല. അവിടെ നിങ്ങൾക്ക് കാണാം ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, കാർപ്പൻറ്റർ, MMV. ഓക്കെ, ഈ PASS എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, MMV ആണ് മോട്ടോർ മെക്കാനിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ MMTM എന്ന് പറയുന്നത് നിങ്ങളുടെ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ നോക്കാം. അതുപോലെ ടേർണർ, മെഷീനിസ്റ്റ്. അപ്പോൾ ഇതിൽ 390 വേക്കൻസി. അപ്പോൾ നിങ്ങളുടെ റിസർവ് വേക്കൻസി കാര്യങ്ങൾ കാണാം. ഈ PWDക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള BHHH അതിൽ ഡിസബിലിറ്റി ടൈപ്പാണ്. അപ്പോൾ അതിൽ നോക്കട്ടോ, അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ നിങ്ങൾക്ക് ചെന്നൈ ഡിവിഷൻ, ഇത് ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിവിധ ഡിവിഷൻ വൈസ് വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വേക്കൻസീസ് കേട്ടോ. അതിൽ എല്ലാ കാറ്റഗറി വിവിധ ട്രേഡുകളുണ്ട്. അപ്പോൾ ഈ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്കൊക്കെ ക്വാളിഫിക്കേഷൻ അതത് ട്രേഡുകളിൽ ITI വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ചെന്നൈയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പേരമ്പൂർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അങ്ങനെ ഓരോന്നിലും അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്തത് സെൻട്രൽ വർക്ക്ഷോപ്പ് പൊന്മലയാണ്. അവിടുത്തെ വേക്കൻസീസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ടാബിൾ. അപ്പോൾ ഞാനിത് റീഡ് ചെയ്യണോ? നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്കിത് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു, കാരണം നമ്മളത് വെറുതെ റീഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പെരമ്പൂർ, അതുപോലെ തന്നെ മധുരൈ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കേരളം നിങ്ങൾക്ക് ഇവിടെ കാണാം. പാലക്കാട് ഡിവിഷൻ ഇവിടെ ഉണ്ട്, 410 വേക്കൻസി ഇവിടെ ഉണ്ട്. സേലം ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോയമ്പത്തൂർ ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ITI പഠിച്ച ട്രേഡ് ഉണ്ടോ നോക്കാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, തിരുച്ചിറപ്പള്ളി ട്രിച്ചിയാണ് 307 വേക്കൻസി അവിടെ ഉണ്ട്. ദെൻ തിരുവനന്തപുരം വേക്കൻസി 300 വേക്കൻസി അവിടെ ഉണ്ട് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിവിധ ഡിവിഷൻ വൈസ് വേക്കൻസി നോക്കാം. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വേക്കൻസി കൂടുതലുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത്. PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ ട്രേഡാണെന്നും അത് ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനേ. ഇനി നമ്മൾ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ്. ഫ്രഷർ കാറ്റഗറിയിലേക്ക് ഫിറ്റർ, പെയിൻറ്റർ, വെൽഡർ എന്ന് പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായാൽ മതി. മിനിമം 50% മാർക്ക് ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഈ പറയുന്ന റേഡിയോളജി ആണെങ്കിലും പത്തോളജി ആണെങ്കിലും കാർഡിയോളജി ആണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് +2 പഠിച്ചിരിക്കണം, 50% മാർക്ക് വേണം. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം എന്ന് സാരം കേട്ടോ. ഈ PCB അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്ത കാറ്റഗറി വരുന്നത് XITൻ്റെ ആണ്. ഫ്രഷറിൻ്റെ കഴിഞ്ഞു കേട്ടോ. ഇനി XITൻ്റെ ക്വാളിഫിക്കേഷനാണ്. അത് നിങ്ങളുടെ ട്രേഡ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിലേക്കൊക്കെ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് ITI വേണം, കൂടാതെ 10ാം ക്ലാസ്സിൽ 50% മാർക്കും വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന അതത് ട്രേഡുകളിൽ ITI വേണം, 10ാം ക്ലാസ്സിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് XITI കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ അത് തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു സയൻസ് എന്ന് പറയുന്നത്, നമ്മൾ 10ാം ക്ലാസ്സിൽ സയൻസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫിസിക്കൽ സയൻസും അതുപോലെ നമ്മൾ നാച്ചുറൽ സയൻസ്, ബയോളജി ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രശ്നമില്ല. ജസ്റ്റ് അവിടെ ഇതിപ്പോൾ ചില വിദ്യാർത്ഥികൾ ഇത് എന്താണ് കൺഫ്യൂഷൻ അടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ +2 സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല, അതായത് പറയുന്ന ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി എന്നുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. +2 ഒന്നും വേണ്ട ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് നമ്മൾ 10th മതി. 10ാം ക്ലാസ് 50% മാർക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് PWD ഒക്കെ ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാനേ. അപ്പോൾ ഈ പറയുന്ന SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പെർസെൻറ്റേജ് ബാധകമല്ല, അവർക്ക് ജസ്റ്റ് പാസ് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രോണിക് മെക്കാനിക് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ ഇലക്ട്രോണിക് മെക്കാനിക്കിൽ ഈ പറയുന്ന എന്ത് വേണം, ITI വേണം. ഈ പറയുന്ന 10ാം ക്ലാസ് 50% മാർക്ക് കൂടി പാസ്സായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ നമ്മൾ സയൻസ് സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി മറ്റേത് അത് സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികളെ കാണുന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവരത് ചെക്ക് ചെയ്യുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതാണ് അടുത്തത് കേട്ടോ. സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫറാണ് ഇംഗ്ലീഷ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ +2 പാസ്സായാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, +2 മാത്രം പോരാ, +2 പാസ്സാവണം. പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, ITIയും കഴിയണം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ട്രേഡിൽ സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫറിൽ ITI വേണേ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. +2 വേണം പ്ലസ് ITI ആണ്. 10ാം ക്ലാസ് അല്ല, +2 വേണം പ്ലസ് ITI ആണ് ഈ പറയുന്ന സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ, അതായത് SAS നമ്മൾ കണ്ടല്ലോ, അതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് 50% മാർക്ക് കൂടി പാസ്സായിരിക്കുക. പ്ലസ് എന്താണ്, ഓക്കെ, 10ാം ക്ലാസ് 50% മാർക്ക് ഇവിടെ വേണ്ട.
ഇവിടെ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായാൽ മതി. ഈ പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിലേക്ക് ജസ്റ്റ് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് പ്ലസ് ITI കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ട്രേഡിൽ ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കോപ്പ അല്ലെങ്കിൽ PA പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതിനാണ് 50% മാർക്ക് വേണം. പ്ലസ് എന്ത് വേണം, നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അത് കോപ്പയിലുള്ളതായിരിക്കണം കേട്ടോ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ മിനിമം പെർസെൻറ്റേജ് 50% മാർക്ക് നമുക്ക് 10ാം ക്ലാസ്സിൽ വേണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് SC ST PWD കാൻഡിഡേറ്റ്സിന് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി, അവർക്ക് 50% മാർക്ക് വേണ്ട. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലേക്ക് 50% മാർക്ക് വേണം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ നിങ്ങൾ ഓൾറെഡി അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരോ ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ള ഉദ്യോഗാർത്ഥികളോ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിലവിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. BE or BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വർഷമോ അതിൽ കൂടുതലോ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പീരീഡ് ഓഫ് ട്രെയിനിങ് ആണ്. ഫ്രഷർ കാറ്റഗറിയിലാണെങ്കിൽ വെൽഡറിൽ 1 വർഷം 3 മന്ത് നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഫിറ്റർ ആൻഡ് പെയിൻറ്റർ ആണെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ് ഉണ്ടായിരിക്കും. MLT ആണെങ്കിൽ 1 വർഷം 3 മാസവും. XIT കാറ്റഗറി ആണെങ്കിൽ IT ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷമായിരിക്കും അതിൻ്റെ ട്രെയിനിങ് വരിക. ചില ട്രേഡിന് 2 വർഷം വരെയൊക്കെ വരാം കേട്ടോ. ഇനി റേറ്റ് ഓഫ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫ്രഷർ IT ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷർ ആയിട്ടുള്ള കാറ്റഗറിയിൽ 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടാണെങ്കിൽ 6000 പെർ മന്ത്, +2 യോഗ്യത വെച്ചിട്ടാണെങ്കിൽ 7000. ഇനി ITI കാറ്റഗറി ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 7000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡ് കാല അളവിൽ നിങ്ങൾ 1 വർഷം കഴിഞ്ഞു 2ാമത്തെ വർഷം നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് നിങ്ങൾ തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ള അപ്രന്റീഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ വർഷം ആദ്യത്തെ വർഷത്തിന് സ്റ്റൈപ്പൻഡിൻ്റെ 10% ഇൻക്രീസ് ചെയ്യും. ഇനി 3ാമത്തെ വർഷം 3 ഇയർ ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് ആണെങ്കിൽ അതിൽ 15% എന്തെയും ഇൻക്രീസ് ചെയ്യും കേട്ടോ സ്റ്റൈപ്പൻഡിൻ്റെ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. മിനിമം 15 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. 15 വർഷം അതായത് 15 ഇയേഴ്സ് അതായത് 15 വയസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിനിമം ഏജ് ലിമിറ്റ് 15 വർഷം 15 വർഷം തന്നെ പറഞ്ഞോളൂ. 15 വയസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രഷർ വേക്കൻസിയിലേക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുന്ന കാറ്റഗറിയിലേക്കാണെങ്കിൽ മാക്സിമം 22 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി +2 വെച്ച് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ടല്ലോ, +2 അതുപോലെ തന്നെ ITI. ഓക്കെ, +2 അതല്ലെങ്കിൽ ITI ഇത് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 24 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് വെച്ചിട്ടാണെങ്കിൽ 22 വയസ്സിൽ അപ്ലൈ ചെയ്യാം. +2 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ITI വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 24 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC NCL ആണെങ്കിൽ 3 വർഷം, SC ST ആണെങ്കിൽ 5 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി SC ST OBC അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ വേണം കേട്ടോ. വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തരാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് ഇതിൽ തന്നെ അവർ കൂടുതൽ കാണിക്കാം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതേസമയം OBC കാൻഡിഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് പാടുണ്ടാവും. അതും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് വേണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകാൻ കേട്ടോ. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നുമില്ല. മോഡ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഷർ കാറ്റഗറി ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ അവരെന്ത് ചെയ്യും, ഇത് 200ലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ഷന് കിട്ടും. വേറെ ഇതിലേക്ക് ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിനേഷനോ ഒന്നുമില്ല. 10ാം ക്ലാസ് ഫ്രഷർ കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് ഉള്ളവരെ എന്ത് ചെയ്യും, ഇതിലേക്ക് എടുക്കും എന്നുള്ളതാണ് സാരം. ഇനി അടുത്തത് XIT കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കും. അതിന് 100 മാർക്കാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. മറ്റേതിന് ITൻ്റെ 100 അങ്ങനെ എടുത്തിട്ട് നമ്മൾ ടോട്ടൽ 200ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കട്ട് ഓഫ് ഇട്ടിട്ട് തയ്യാറാക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും ITയിലും അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന XIT കാറ്റഗറിയിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി MLT കാറ്റഗറിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലെ മാർക്ക് 200ലേക്ക് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കട്ട് ഓഫ് ഇട്ടിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക, മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ,
ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ 2019-20 ആ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പാസ്സായവരാണെങ്കിൽ ഒരു പക്ഷേ കോവിഡിൻ്റെ സമയം അതുകൊണ്ട് തന്നെ എക്സാം ഒന്നും നടന്നിട്ടില്ല, ബോർഡ് എക്സാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന 50% എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, അതായത് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അതത് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ സ്കോർ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എന്താണോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതൊക്കെ നമ്മൾ വാങ്ങി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അതായത് ആ മാർക്ക് പെർസെൻറ്റേജിന് എന്തെങ്കിലും പ്രത്യേക ഓർഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാങ്ങി വെക്കണം കേട്ടോ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അത് വേണം. അതായത് ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 10th നമുക്കിപ്പോൾ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒരു പ്രത്യേകത അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു പ്രത്യേക മെത്തേഡ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഒന്നുമില്ല. കാരണം നമുക്കിപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ A+, B+, B എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സ്കോറോ കാര്യങ്ങളൊന്നും അറിയില്ല. പരീക്ഷയിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ സ്കോർ കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു ഈ ഗ്രേഡിനെ നമുക്കൊരു പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നതിന് യാതൊരുവിധ എന്തില്ല ഒരു മെത്തേഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഒരു നമ്മുടെ ഈ ഗ്രേഡിൻ്റെ ഒരു മിഡ് പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടോ. അത് അവർ ജസ്റ്റ് ഒരു ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രേഡ് പ്രോപ്പറായിട്ട് കൊടുക്കുക. അവർ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു B+ ആണ് ഗ്രേഡ് എങ്കിൽ നമുക്കിപ്പോൾ 70 to 79 എന്നുള്ളതായിരിക്കും ഏകദേശം വരും കേട്ടോ. ഞാൻ ഏകദേശമാണ് പറയുന്നത്, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, രണ്ടും പാടെ കൂട്ടിയിട്ട് 70-ന് 79 കൂട്ടും അവർ. 70-79 പാടെ കൂട്ടിയിട്ട് /2 കൊടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് അത് മിഡ് പോയിന്റ് ആണ് എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 74.5 അങ്ങനെ എന്താണ് വരിക. ഓക്കെ, അപ്പോൾ 74.5 ആയിരിക്കും അവർ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമുക്കൊരു പ്രോപ്പർ മെത്തേഡ് ഇല്ലാത്തതുകൊണ്ട് കേരള ബോർഡാണെങ്കിൽ സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ അങ്ങനെയായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം അവർ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനോ നിൽക്കണ്ട. നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഗ്രേഡ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ യോഗ്യത എന്തോ ആകട്ടെ, 10ാം ക്ലാസ് വെച്ച് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ TC നിങ്ങളടുത്ത് വേണം. +2 വെച്ച് അപ്ലൈ ആണെങ്കിൽ +2 കഴിഞ്ഞതിൻ്റെ TC നിങ്ങളുടെ കയ്യിൽ വേണം. ITI വെച്ചിട്ട് അപ്ലൈ ആണെങ്കിൽ ITI കഴിഞ്ഞിട്ടുള്ള TC നിങ്ങളടുത്ത് വേണം. അത് നിർബന്ധമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് കൊടുത്തവരാണെങ്കിലൊന്നും അവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ എലിജിബിൾ അല്ല. കാരണം നമുക്ക് TC എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എന്താണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വാങ്ങുന്ന സംഭവമാണ്. അപ്പോൾ ആ TC എന്ന് പറയുന്നത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓവർ ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഡിഗ്രിയും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്ന് സാരം. കാരണം നിങ്ങളടുത്ത് TC ഉണ്ടാവില്ല. അത് TC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രീൻ്റെ TC പറ്റില്ല. നമ്മൾ ഏതാണോ ക്വാളിഫിക്കേഷൻ അതതിൻ്റെ TC നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണോ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് ഈ പറയുന്ന 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ TC വേണം, +2 ആണെങ്കിൽ +2ൻ്റെ TC, ITI ആണെങ്കിൽ ITIയുടെ TC വേണം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സും അതുപോലെ PWBD കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യേണ്ട, ഫീ അടയ്ക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും യാതൊരു ഫീസും ഇല്ല കേട്ടോ. SC/STക്കും ഇല്ല, PWDക്കും ഇല്ല. ഇനി അതോടൊപ്പം തന്നെ ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്താൽ ഇതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഓക്കെ, ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്തേക്ക് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കാണാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈഡിങ്ങിൻ്റെ മാതൃക ഇതിലുണ്ട്. അതുപോലെ തന്നെ OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈഡിങ്ങിൻ്റെ മാതൃക ഇതിലുണ്ട്. ഓക്കെ, OBCൻ്റെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് സെറ്റാക്കിയാൽ മതി. നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് ഈ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഒന്നാമത് ഞാൻ കാണിച്ച സർട്ടിഫിക്കറ്റ് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇതേ സെയിം ഫോർമാറ്റ് വേണം കേട്ടോ. താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങണം. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. സെൽഫ് ഡിക്ലറേഷൻ OBC NCL കാൻഡിഡേറ്റ്സ് അവരെന്ത് ചെയ്യണം, നമ്മുടെ പേര് മറ്റു ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ പേര്, ഓക്കെ, RRBയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് റോൾ നമ്പർ കിട്ടും. ആ റോൾ നമ്പർ, പ്ലേസ്, ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇതും പാടെ എക്സ്ട്രാ കൊണ്ടുപോകണം. പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക, പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാ ഇതിലുണ്ട് കേട്ടോ. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും നടത്തുന്നില്ല. നേരെ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാരണം വലിച്ചു നീട്ടി പറയുന്ന രീതിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ പറയുമ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇവിടെ കാണാം നിങ്ങൾക്ക് സദേൺ റെയിൽവേ നമ്മൾ അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സദേൺ റെയിൽവേ അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്കാണ് നമ്മൾ വരിക.
അപ്പോൾ ഇതിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3518 വാക്കൻസീസ് ഇതിൽ കാണാൻ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നിട്ട് കാണാം, ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നിട്ട് കാണാം. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ട് 25/9/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ രജിസ്റ്റർ, ഓൾറെഡി രജിസ്റ്റർ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ സെൻട്രൽ വർക്ക്ഷോപ്പ്, ഓക്കെ, അതുപോലെ കാരേജ് വർക്ക്സ് പെരമ്പൂർ, അതുപോലെ തന്നെ സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് പോതന്നൂരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സദേൺ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഫ്രഷർ IT ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. എന്നിട്ട് ഡിവിഷൻ ഇവിടെ പാലക്കാട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് അപ്പോൾ സെൻട്രൽ വർക്ക്ഷോപ്പ് ഞാൻ എടുത്താൽ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ITI സെലക്ട് ചെയ്താൽ നിങ്ങൾക്കിവിടെ കേരളത്തിൽ ഇവിടെ കാണാം. കേരളത്തിൽ ഇതില്ല കേട്ടോ. ഇത് തിരുച്ചിറപ്പള്ളി നിങ്ങൾക്കിവിടെ ഉള്ളത് തിരുച്ചിറപ്പള്ളി, പിന്നെ അതാണ് മധുരൈ സെൻട്രലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ ഓപ്ഷൻ മാറ്റാൻ പറ്റും. ഇത് ഓരോ യൂണിറ്റിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിവിഷൻ കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഈ CNW ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതിലേതൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചെന്നൈ ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ലോക്കോ പേരമ്പൂര് വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പേരമ്പൂരും, പിന്നെ ഇതൊക്കെ പേരമ്പൂരും ചെന്നൈയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പാലക്കാട് അതുപോലെ തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്നൽ ആൻഡ് ടെലികോം ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് IT ആണെങ്കിൽ ITI. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ ട്രേഡ് ഏതാണ്, വെൽഡർ ആണെങ്കിൽ വെൽഡർ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ കാണിക്കും, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇപ്പം ആഡ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എന്നാണോ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാം. ഇത് സ്റ്റെപ്പ് കാണിക്കും. ഇവിടെ നമുക്ക് ഏകദേശം 6 സ്റ്റെപ്പിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക ടു ഫിൽ ന്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഫീൻ്റെ കാര്യങ്ങളുണ്ട്, ഇൻസ്ട്രക്ഷനൊക്കെ വായിക്കാം, ഡിക്ലറേഷൻ കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ടു ഫിൽ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മൊബൈലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യും. അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. മേ ബി നാളെ തന്നെ ചെയ്യും കേട്ടോ. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു.